ഹായ് അനാലിറ്റിക്കൽസ് വ്ലോഗ് മലയാളം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ ചെയ്തു നോക്കുന്ന ഒരു കേബിൾ ഗ്ലാൻഡിങ് ആണ്. ഇത് ഞാൻ ഒരു വീഡിയോ ചെയ്യണമെന്നൊരു താല്പര്യമില്ലായിരുന്നു. അതിന് മാത്രമുള്ള ഒരു കണ്ടൻറ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുകയാണ്. ഞാനൊരു ഡബിൾ കംപ്രസർ ഗ്ലാൻഡാണ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഞങ്ങൾക്ക് കൊറോണ പ്രോബ്ലംസ് കാരണം കണ്ടെയ്ൻമെൻറ്റ് സോണാണ്. അതുകൊണ്ട് പുതിയ ഒരു ഗ്ലാൻഡ് വാങ്ങിക്കാൻ പോകാൻ പറ്റിയില്ല. അപ്പോൾ ഞാനിപ്പോൾ ഒരു സിംഗിൾ കംപ്രഷൻ ഗ്ലാൻഡാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇതതിൻ്റെ ഭാഗങ്ങളാണ്, ആ ഗ്ലാൻഡുകളുടെ ഒരു ഭാഗങ്ങളാണ് റബ്ബർ ബുഷ്, കൂടാതെ അതിൻ്റെ ബോഡിയുടെ അപ്പർ പാർട്ടും ലോവർ പാർട്ടും ഒക്കെയാണ്. ഇതെൻ്റെ റിങ്സുകളാണ്. അപ്പോൾ നമുക്കിത് എവിടെയൊക്കെയാണ് അപ്പോൾ ചെയ്യുന്നത്, നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇട്ട് പരിചയപ്പെടാം എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു 10 സ്ക്വയർ mm 4 കോർ അലുമിനിയം കേബിളാണ്, UG കേബിള്. നമ്മൾ ആദ്യം വേണ്ടത് എവിടെയാണ് ഗ്ലാൻഡ് വേണ്ടതെന്ന് ആദ്യം തീരുമാനിക്കുക. അതിനുശേഷം നമ്മളവിടെ അതിൻ്റെ ഇൻസുലേഷൻ കളയുക. ഇൻസുലേഷൻ കളയുന്നതിന് മുമ്പ് തന്നെ നമ്മളതിൻ്റെ ആർമറിങ് എല്ലാം ഒരു ഇൻസുലേഷൻ ഏൽപ്പിച്ച് നന്നായിട്ടൊന്ന് ടേപ്പ് അടിച്ച് വെക്കുക. അല്ലെങ്കിൽ നമ്മളതിൻ്റെ റിങ്സൊക്കെ ഇടുന്ന സമയങ്ങളിൽ അതവിടെ ഉടക്കാനപ്പോൾ ഇടാൻ പ്രയാസം ഉണ്ടാകും. അപ്പോൾ നമ്മളതിന് ശേഷം എവിടെയാണ് നമ്മൾക്ക് ഗ്ലാൻഡ് ഇടേണ്ടതെന്ന് വെച്ചാൽ ആ ഭാഗങ്ങൾ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്ത ശേഷം നമ്മളവിടെ ഹാക്സോ വെച്ച് കട്ട് ചെയ്ത ശേഷം ആ ഇൻസുലേഷൻ കളയുക. ഇത് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഇതിൻ്റെ ആർമറിങ്ങിന് മുറിഞ്ഞു പോരുത്. നമ്മൾ മുറിയാതെ അതിൻ്റെ ഇൻസുലേഷൻ മാത്രമേ, ഔട്ടറിലെ ഇൻസുലേഷൻ മാത്രമേ പോകാവുള്ളൂ. അതിനുശേഷം നമ്മളതിൻ്റെ ബോഡിയുടെ താഴെ ഭാഗം അതിൻ്റെ ഗ്ലാൻഡിൻ്റെ ബോഡിയുടെ താഴെ ഭാഗം ലോവർ പാർട്ട് അതിലേക്ക് കൂടി കടത്തി വിടുക. കടത്തി വെച്ച ശേഷം നമ്മളത് ചെയ്ത ശേഷം നമ്മളിങ്ങനെ ഒരു ഇൻസുലേഷൻ ടൈപ്പ് വെച്ച് അതൊന്ന് അടിച്ച് ടൈപ്പ് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ വല്ല ട്രഞ്ചിൻ്റെ അകത്തൊക്കെയാണ് നമ്മളങ്ങനെ വെക്കുന്നതെങ്കിൽ ഇത് താഴേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എടുക്കാൻ ഭയങ്കര പ്രയാസം വരും. അപ്പോൾ എല്ലായിടത്തും ആവശ്യം ഉണ്ടാകുന്നില്ല, എന്നാലും ഞാനത് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് നമുക്കത് ഉപകാരപ്പെടും. അല്ലെങ്കിൽ ഇതിൻ്റെ ട്രഞ്ചിൻ്റെ ഇടയിലൊക്കെ പോയിട്ട് നമ്മൾ തപ്പിക്കൊണ്ട് വരേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് അടിച്ചു വെക്കുക ഇൻസുലേറ്റ് ടൈപ്പ് വെച്ച്. അതിനുശേഷം നമ്മളതിൻ്റെ ആ റിങ്സ് ഇനി വരുന്ന ഒരു ഭാഗം വെച്ചാൽ അതിൻ്റെ 3 റിങ്സ് ഉണ്ടാവും. അതിലൊരു റിങ് ഒരു വാഷർ, ആ ഒരു വാഷ് ആദ്യം അതിലേക്ക് കടത്തണം. അതിൽ കടത്തി കട്ടിങ് വരെ നിൽക്കുക. പക്ഷേ കട്ടിങ് കഴിഞ്ഞു പോകാൻ പാടില്ല, ആ കട്ടിങ്ങിൽ വന്ന് നിൽക്കണം ആ റിങ്സ്. പക്ഷേ ചില കണ്ടീഷനിൽ നമ്മൾ ആ റിങ്സ് ഇത് കവർ ചെയ്ത് പോരാറുണ്ട്. അപ്പോൾ ഗ്ലാൻഡ് ലൂസാണെങ്കിൽ അപ്പോൾ നമ്മൾ അതിന് ചെയ്യേണ്ട ഈ ഭാഗത്ത് ആ ഇൻസുലേഷൻ്റെ ഒന്ന് ലൂസാക്കിയ ശേഷം ആർമറിങ്ങിൻ്റെയും ഇൻസുലേഷൻ്റെ ഉള്ളിലൊരു ഷിമ്മ് വെക്കുക. ഷിമ്മെന്ന് വെച്ചാൽ ആ ഇൻസുലേഷൻ തന്നെ ഒരു കട്ട് ചെയ്തിട്ട് അതിൻ്റെ തിക്കി വെക്കുക. അപ്പോൾ അത് റിങ്സ് ഇറങ്ങിപ്പോവില്ല. അതിനുശേഷം നമ്മളിപ്പോൾ രണ്ടാമത് ചെയ്ത റബ്ബർ ബുഷ് അതിലേക്ക് ഇറക്കി വെക്കുക. അപ്പോൾ ആദ്യം റിങ്സ് ഇട്ടു, അതിനുശേഷം റബ്ബർ ബുഷ് ഇട്ടു, മൂന്നാമത് വീണ്ടും ഒരു റിങ്സ് കൂടി ഇടുക. ആ റിങ്സ് ഇട്ട ശേഷം അപ്പോൾ ഇനി ചെയ്യേണ്ടത് നമ്മുടെ റിങ്സിന് ഒരു ബാലൻസ് ഉള്ളൂ, അത് പിന്നെ ലാസ്റ്റാണ് നമ്മൾ ഇടുന്നത്. ഇത് കഴിഞ്ഞ ശേഷം നമ്മളതിൻ്റെ ശേഷം ആ ഇൻസുലേഷൻ കളഞ്ഞ ശേഷം ഓരോ ആർമറിങ് പ്രത്യേകം എടുത്ത് നമ്മൾ മടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ആ റബ്ബർ ബുഷ് ഒത്തിരി ജാമായിട്ട് മടക്കരുത്, കൃത്യ ലെവൽ വെച്ച് മടക്കുക. ഒരു വശത്തേക്ക് മടക്കുക. ഒരു വശം മടക്കിയിട്ട് ആ സൈഡ് മാത്രം നമ്മൾ കൃത്യമായിട്ട് തന്നെ കട്ട് ചെയ്യുക. ഒരിക്കലും പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കരുത്, അതിൻ്റെ ആർമറിങ്ങിൻ്റെ അറ്റം ഒന്നും പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കരുത്. അപ്പോൾ കൃത്യമായിട്ട് അവിടെ വെച്ച് തന്നെ കട്ട് ചെയ്യുക. ഇപ്പോൾ നമ്മളിപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ നല്ലൊരു ടൂൾസാണ് കേട്ടോ ഈ ടിഞ്ചർ എന്ന് പറയും. ഈ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്ലാൻഡ് ചെയ്യണ വളരെ എളുപ്പമായിരിക്കും. പെട്ടെന്ന് ആ കറക്റ്റായിട്ട് തന്നെ ഇത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. മറ്റേ ഹാക്സോ ഒക്കെ വെച്ച് കട്ട് ചെയ്താലും കൃത്യമായിട്ട് കിട്ടണമെന്നില്ല. ഹാക്സോ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഓടി പോകും. അപ്പോൾ കുറച്ച് സൈഡൊക്കെ ചാടി വരും. ഇത് കൃത്യം നമ്മൾ ആ റിങ്സിൻ്റെ കറക്റ്റ് ലെവൽ വെച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇങ്ങനെ ഇത് ആദ്യം ഒരു സൈഡ് കളഞ്ഞ ശേഷം ഇപ്പോൾ ഏത് സൈഡാണോ കളഞ്ഞാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ വേണം നമ്മൾ അടുത്ത ആർമറിങ് എടുത്തത് കട്ട് ചെയ്യാൻ. അതുപോലെ 2 വശങ്ങളിലും കൂടി നമ്മളിങ്ങനെ എടുക്കുക. അപ്പോൾ 4 വശത്തുള്ള 4 ആർമറിങ്ങുകളായി. അപ്പോൾ അതും ഇതുപോലെ തന്നെ കൂടുതൽ ജാമായി കളയരുത്. ഇപ്പോൾ ഏകദേശം 4 സൈഡിലേക്ക് കൂടി ആവുന്നുണ്ട്. ഇപ്പോൾ കണ്ടാൽ മനസ്സിലായി, ഇപ്പോൾ ജാമായിട്ടൊന്നും കൃത്യ ലെവൽ തന്നെ നിൽക്കുന്നുണ്ട് അതിൻ്റെ ഷേപ്പിനൊപ്പിച്ച്. ഇനി ഇതുപോലെ നമ്മൾ ഓരോരോ ആർമറിങ് എല്ലാം കളഞ്ഞെടുക്കുക. ഒന്നും പ്രത്യേകം ചാടി നിൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പുറത്തേക്കെങ്കിലും ഗ്ലാൻഡ് ടൈറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും.
നമ്മൾ കട്ട് ചെയ്ത് വെച്ച് എല്ലാം മലത്തി വെക്കരുത്. ഓരോന്ന് മലത്തി വെച്ചിട്ട് അപ്പോൾ തന്നെ അത് കട്ട് ചെയ്ത് കളയുക. കട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് എല്ലാം മടക്കി വയ്ക്കുമ്പോൾ കട്ട് ചെയ്യാൻ പ്രയാസം വരും. അപ്പോൾ ഓരോന്ന് മടക്കിയിട്ട് ഓരോന്നായിട്ട് തന്നെ കട്ട് ചെയ്ത് പോവുക. ഇപ്പോൾ ഏകദേശം എല്ലാം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് വളരെ സിമ്പിളാണ്. ഇപ്പോൾ നമ്മളെല്ലാം അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നും ഇത് ശ്രദ്ധിക്കേണ്ട, അതിൻ്റെ വശങ്ങളൊന്നും ചാടിപ്പില്ല, എല്ലാം കൃത്യമാണ്. ചാടിന്ന് കഴിഞ്ഞാൽ അത് ഗ്ലാൻഡ് മുറുക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അതെല്ലാം ആയെങ്കിൽ കൂടി നമ്മൾ ഒരു പ്രാവശ്യം നോക്കിയിട്ട് എവിടെയെങ്കിലും ഇച്ചിരി ചാടിപ്പിണ്ടാകും കൂടി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം നമ്മളിപ്പോൾ ലാസ്റ്റിൽ ആ റിങ്സ് കൂടി ഇടുക, ആ മൂന്നാമത്തെ റിങ്സ് ഇടുക. അപ്പോൾ അതിനുശേഷം ഒരു ഗ്ലാൻഡിൻ്റെ ടോപ്പിൽ വരുന്ന ഭാഗം നമ്മൾ ഇടുക. അപ്പോൾ നമ്മളത് അമർത്തണമെന്നില്ല, നമ്മൾ ടൈറ്റ് ചെയ്യും തോറും അത് അമർന്ന് കൊടുത്തോളും. അതിനുശേഷം ഈ ബോഡിയുടെ ടോപ്പ് ഭാഗം നമ്മൾ ഇടുക. ഇതൊന്ന് ശ്രദ്ധിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. ഒരു മാക്സിമം ഒരു 5-10 മിനിറ്റ് കൊണ്ട് ഒരു ഗ്ലാൻഡ് അടിച്ച് തീർക്കുക. ചെറുത് ചെയ്യുന്ന വല ചെയ്യുന്നതെന്ന് നോക്കി പ്രയാസം എന്ന് പറഞ്ഞാൽ ചെറുത് കൂടെ ഈ റൗണ്ട് ആർമറിങ് വരുന്നത് ചെയ്യാൻ ഇച്ചിരി പ്രയാസമല്ല, വലിക്കുമ്പോഴൊക്കെ മുറിഞ്ഞു ടൈറ്റ് ആകാനൊക്കെ പ്രയാസം വരും. എന്നാൽ താരതമ്യേന ഈ വലിയ ഗ്ലാൻഡുകൾ ചെയ്യാനാണ് നമുക്ക് ഈസി കൂടുതൽ. അപ്പോൾ ഫ്ലാറ്റ് ആർമർ ഇടാകുമ്പോൾ ഈസിയാണ് ചെയ്യാൻ. ഇപ്പോൾ നമ്മളതിൽ കയറ്റിയിട്ട് നമ്മൾ ശരിക്കും താഴത്തേക്ക് ടൈറ്റ് ചെയ്ത് കൊണ്ടുവരിക. നമ്മളതിൻ്റെ ബോട്ടം പാർട്ടും അപ്പർ പാർട്ടും കൂടെ നമ്മൾ ടൈറ്റ് ചെയ്യുക. നന്നായിട്ട് കുറേ 3-4 ത്രെഡാണ്, ചെറുതായിട്ടൊന്നും പിടിച്ചിരിക്കരുത്. നല്ല ത്രെഡ് തന്നെ മാക്സിമം മുറുക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഗ്ലാൻഡ് ചെയ്ത് ബോയിലും പാനലൊക്കെ കൊടുത്തു കഴിയുമ്പോൾ ഇത് ലൂസായി ഇങ്ങനെ വിട്ടു പോരാൻ സാധ്യതയുണ്ട്, കേബിൾ ക്ലാമ്പൊക്കെ ചെയ്ത് കഴിയുമ്പോൾ. ഇത് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ തന്നെ ഒരു ഇൻസുലേഷനാണ്, ആ കേബിളിൻ്റെ ഇൻസുലേഷൻ. അത് പിടിച്ചിട്ട് ഒന്ന് ടൈറ്റ് ചെയ്യുക. ചിലത് ചെറിയ ഗ്ലാൻഡൊക്കെ നമുക്ക് കൈകൊണ്ട് പിടിച്ച് ടൈറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും. അതിനു വേണ്ടി നമുക്ക് സ്പാനർ ഉപയോഗിക്കാം. അപ്പോൾ ഇതുപോലെ വാഷ് ഉപയോഗിച്ച് ടൈറ്റ് ചെയ്ത് പിടിച്ച ശേഷം നമ്മളിങ്ങനെ കൈ കൊണ്ടൊന്ന് ടൈറ്റ് ചെയ്താൽ മാക്സിമം നന്നായിട്ടാവും ഇത് ടൈറ്റായി കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ ഗ്ലാൻഡിങ് കഴിഞ്ഞിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, ഒരു ശ്രദ്ധിച്ച ആൾക്കും വളരെ പെട്ടെന്ന് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി. നമുക്ക് ഇനിയും മറ്റൊരു നല്ലൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരെ ബൈ.